എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് RRB ALPയുടെ എക്സാമിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതിപ്പോൾ ALP മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരല്ല, മറിച്ച് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എക്സാംസ്, അതായത് ALPയുടെ ബാക്കി ഷെഡ്യൂൾസ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് JEE ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് RPFന്റെ SI ആയിക്കോട്ടെ, അതായത് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന NTPC ആയിക്കോട്ടെ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഫുൾ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എക്സാമിന്റെ നിലവാരം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഏതൊരു എക്സാം ആയാലും നിങ്ങൾ അതിന്റെ അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഏതൊരു ലാസ്റ്റ് ഡേറ്റ് ആയാലും നിങ്ങൾ മിസ്സാവത്തില്ല. എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കും, നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കും. സോ നമുക്ക് സെഷനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് ALPയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. മാത്സ് വന്നിട്ട് 20 ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ റീസണിങ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ്, സയൻസ് ആണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ്, ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ GA ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 75 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാമിന്റെ സമയം വന്നിട്ട് 60 മിനിറ്റ് ആണ് എക്സാമിന്റെ സമയം. ഞാനിത് പറഞ്ഞത് വേറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് വന്നു, എത്രത്തോളം എഫേർട്ട് അവിടെ കൊടുക്കണം, എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യാം, അതിനുവേണ്ടി മാത്രം പറഞ്ഞാണ് ALPയുടെ CBT 1ന്റെ എക്സാം പാറ്റേൺ വരുന്നത്. സോ ഇന്നത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യാം. മാത്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് ലെവലായിരുന്നു ക്വസ്റ്റ്യൻസ് മൊത്തം വന്നിരുന്നത്. അതായത് വലിയ പാടൊന്നും പറയാൻ പറ്റത്തില്ല, ഈസി എന്നും പറയാൻ പറ്റത്തില്ല, മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. അത് കഴിഞ്ഞ് റീസണിങ് നമ്മൾ പോകുമ്പോൾ റീസണിങ് വന്നിട്ട് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ജനറൽ സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ സയൻസിനകത്ത് വന്നത്. അത് കഴിഞ്ഞ് GA നമ്മൾ നോക്കുകയാണെങ്കിൽ GA എങ്ങനെയായിരുന്നു, GK വന്നിട്ട് മോഡറേറ്റ് ആയിരുന്നു. ഓക്കെ, ഇതാണ് എക്സാമിന്റെ ഒരു അനലൈസ് വരുന്നത്. ഇനി ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത് നമുക്ക് നോക്കാം. ഇന്ന് ഷിഫ്റ്റ് 1ൽ വന്ന ടോപ്പിക്കുകൾ പ്രധാനമായിട്ടും ഈ ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് വൺ നമ്മൾ GA പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഫാദർ ഓഫ് മൈക്രോബയോളജി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, സയൻസിനകത്ത് വന്ന ഫാദർ ഓഫ് മൈക്രോബയോളജി. ദെൻ ആർട്ടിക്കിൾ 29A ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ യുനെസ്കോയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻസ് ഓൺ ഇലക്ട്രിക് ചാർജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് AQ - B³ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്ലം പുഡിംഗ് മോഡൽ, കെമിസ്ട്രി ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 4 ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ഫ്രം കെമിസ്ട്രി ആകെ 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 2 ക്വസ്റ്റ്യൻസ് സിറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ പാനിപ്പട്ട് വാറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്നെൽസ് ലോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ അടുത്ത് പോകുന്നവരെന്ത് ചെയ്യുക, ഈ ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോവുക. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, മാർക്ക് പോകത്തില്ല. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ഓൺ കോൾ പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന ആരൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ഓൺ ഇൻസ്റ്റാൾമെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് അനിമൽ കിങ്ഡം ആൻഡ് പ്ലാന്റ് കിങ്ഡം, അതിൽ നിന്നും എന്തുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നമ്മുടെ മണിപ്പൂരിലെ സംഗായ് ഫെസ്റ്റിവൽ, അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ISROയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ വാർ ഓഫ് പാനിപ്പട്ട്, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബാബറിന്റെ വൈഫിന്റെ പേര് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എടുത്ത് നമ്മൾ മാത്സിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് വന്ന ടോപ്പിക് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ അടുത്ത സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ സിമ്പിൾ ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് ആവറേജ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞാൽ ടൈം ആൻഡ് വർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ LCM HCF എപ്പോഴും ചോദിക്കുന്ന LCM HCFന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ജോമെട്രി വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വേർഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞ ഡയറക്ഷൻ ട്രെയിൻ, നമ്മൾ ട്രെയിനിന്റെ ഡിറക്ഷൻ അല്ലേ, അത് വന്നിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ പെർസെൻറ്റേജ് എക്സ്പെൻഡിച്ചർ വന്നിട്ട് അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നമ്മൾ സയൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ, ജനറൽ സയൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ PH വാല്യൂ എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ബുക്സ് ആൻഡ് ഓതർ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഷെഡ്യൂൾസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മിററിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ കെമിസ്ട്രിയുടെ വന്നിട്ട് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കെമിസ്ട്രി 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ദെൻ സൗണ്ട് റിലേറ്റഡ് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിൾ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഒരു ക്വസ്റ്റ്യൻ,
ദെൻ അത് കഴിഞ്ഞ് സൈലം ഫ്ലോയം വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ. ഇത്രയുമാണ് നമ്മുടെ സയൻസിനകത്ത് വന്ന ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഇത് CBT എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പിള്ളേരുടെ നമ്മൾ ടോപ്പിക്ക് ചോദിച്ചാണ് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്ന് മനസ്സിലാക്കുന്നത്, ഏതൊക്കെ ടോപ്പിക്കാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ റീസണിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കോഡിംഗ് വന്നിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്പർ സീരീസ് വന്നിട്ട് 2 ക്വസ്റ്റ്യൻ, ലെറ്റർ സീരീസ് വന്നിട്ട് 2 ക്വസ്റ്റ്യൻ, ബ്ലഡ് റിലേഷൻ വന്നിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ സിലോജിസം വന്നിട്ട് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഫിഗർ കൗണ്ടിങ് ട്രയാങ്കിൾ വന്നിട്ട് 1 ക്വസ്റ്റ്യൻ, മിറർ ഇമേജ് വന്നിട്ട് 1 ക്വസ്റ്റ്യൻ, ദെൻ സീറ്റിംഗ് അറേഞ്ച് വന്നിട്ട് 1 ക്വസ്റ്റ്യൻ, ദെൻ ഡൈസ് ആൻഡ് ക്യൂബ്സ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഡൈസ് ചെയ്യുന്ന 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നത്. ഇത്രയും മേഖലയിൽ നിന്നാണ് എന്ത് വന്നത് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത് വരാൻ പോകുന്ന എക്സാംസ്, അതായത് ALP ഇനി അങ്ങോട്ട് 4 ദിവസമായിട്ട് എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കുകളൊന്ന് പഠിച്ചിട്ട് പോവുക, ഒന്ന് റിവിഷൻ കൊടുക്കുക, പക്കായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ കൊടുക്കുക. മാത്രമല്ല ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എക്സാംസ്, അതായത് JEE ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ദെൻ RPFന്റെ SI ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ ടോപ്പിക്കുകൾ എല്ലാവരും എന്ത് ചെയ്യും, ഇപ്പോൾ ഇരുന്ന് പഠിക്കും. സോ നമ്മൾ ഇതൊന്ന് മിസ്സാക്കിയാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും, പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ താഴേക്ക് പോകും, അവർക്ക് എന്ത് ചെയ്യും, മെയിലേക്ക് കയറി വരും. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമ്മളും എന്ത് ചെയ്യുക, ഈ ടോപ്പിക്ക് ഉഴപ്പരുത്, ഈ ടോപ്പിക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ കൊടുക്കുക, ഒന്ന് വായിച്ചേക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളുടെ അഭിപ്രായം ഇങ്ങനെയാണ്, ഒരുപാട് പാടുമല്ല, ഒരുപാട് എളുപ്പമല്ല, മോഡറേറ്റ് ലെവലിലായിരുന്നു ക്വസ്റ്റ്യൻസ് മൊത്തം വന്നിരുന്നത്. പക്ഷേ എല്ലാവർക്കും സമയം മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ബുദ്ധിമുട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടാനായിട്ട് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, എന്താണ്, പ്രത്യേകിച്ച് മാക്സിമം റീസണിങ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് നമ്മുടെ സ്പീഡും ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന ബാക്കിയുള്ള ഫേസുകളിലെ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. സോ നാളേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പോയി തകർക്കുക, ഈ ടോപ്പിക്കുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പോവുക, കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. മാത്രമല്ല ടൈം മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്തേ പോകാവൂ, അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടത്തില്ല, നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് എന്ത് വന്നത്, ക്വസ്റ്റ്യൻസ് വന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.